എന്തായിരിക്കും റൊണാൾഡോയുടെ ഉദ്ദേശം? അദ്ദേഹത്തിന്റെ പ്രതിഷേധം കാരണം ഇപ്പോൾ 2 കളിയാണ് അദ്ദേഹം കളിക്കാതിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതിൽ വല്ല കാരണം ഉണ്ടാവുമോ? അതല്ല ഇത് വെറും മറ്റൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആണോ? എന്തായാലും ഈ വീഡിയോയിലൂടെ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. വെൽക്കം ടു ഫുട്ബോൾ ബബിൾസ്. അപ്പോൾ റൊണാൾഡോ നല്ല ദേഷ്യത്തിലാണ്. ഓൾറെഡി നന്നായി കളിക്കുന്ന അൽ ഹിലാൽ എന്ന ടീമിലോട്ട് കരീം ബെൻസിമയുടെ ട്രാൻസ്ഫർ കൂടെയാണ് പ്രധാന പ്രശ്നമായിട്ടുള്ളത്. ബെൻസിമ കൂടെ പോയി കഴിഞ്ഞാൽ ഇനി അൽ ഹിലാലിനെ പിടിച്ചാൽ കിട്ടില്ല എന്നും അൽ നാസറിന് ഒരിക്കലും സൗദി ലീഗ് നേടാൻ പറ്റില്ല എന്നുള്ള ഒരു ടെൻഷനാണ് മൂപ്പർക്കുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നു സൗദിയുടെ പ്രധാന ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആയിട്ടുള്ള PIF അൽ നാസറിനോട് പക്ഷപാതം കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് സത്യങ്ങളിലോട്ട് നോക്കാം. നമ്മൾ റൊണാൾഡോ പറയുന്നതാണ് എല്ലാം കേൾക്കുന്നത് മീഡിയ ഒന്നായിട്ട്. പക്ഷെ സത്യത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ബെൻസിമയുടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരിക്കലും PIF നടത്തിയ ഒരു ട്രാൻസ്ഫർ അല്ല. അതിന് പകരം വേറൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റർ നടത്തിയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആണ്. ഈ PIFന് വെറും 75% ഓഹരി മാത്രമാണ് ഓരോ ക്ലബിലുള്ളത്. അൽ നാസറിലായാലും അൽ ഹിലാലിലായാലും അൽ ഇത്തിഹാദിലായാലും. അപ്പൊ ബാക്കി വരുന്ന 25% എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ആണ്. അങ്ങനെയാണ് ബെൻസിമയുടെ കാര്യത്തിലും ഇവിടെ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ റൊണാൾഡോ പറയുന്ന പോലെ PIF ആണോ അൽ ഹിലാലിനെ സഹായിക്കുന്നത്? PIF അല്ല ഈ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഈ രണ്ടാമത്തെ വസ്തുത, സൗദി ലീഗിലുള്ള ഏതൊരു ഫോറിൻ പ്ലേയേഴ്സിനും 100% സാലറി കൊടുക്കുന്നത് PIF ആണ്. അതായത് റൊണാൾഡോയുടെ 235 മില്യൺ എന്ന് പറയുന്ന കൊല്ലത്തിലെ സാലറി അത് കൊടുക്കുന്നത് PIF ആണ്, അൽ നാസർ അല്ല. അപ്പോ അൽ നാസറിന്റെ ഫണ്ട് അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, അപ്പം അൽ നാസറിന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അൽ നാസർ റൊണാൾഡോ പറയുന്ന പോലെ ട്രാൻസ്ഫർ ഒന്നും ചെയ്യാത്തത് എന്നായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് ഇനിഗോ മാർട്ടിനസിനെയും ജാവോ ഫെലിക്സിനെയും കൂമനെയും എല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ റൊണാൾഡോ പറയുന്ന പോലെ അൽ നാസർ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അൽ ഹിലാൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വല്ല വാസ്തവം ഉണ്ടോ? അത് കള്ളമല്ലേ? അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന ഡ്രാമകളും ഈ പ്രശ്നങ്ങളും ഒച്ചപ്പാടുകളും ഒക്കെ ഉണ്ടാക്കുന്നത് വെറും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആണോ എന്നാണ് എൻ്റെ സംശയം. കാരണം നമുക്കറിയാം ഇപ്പൊ അദ്ദേഹത്തിന് അത്ര വലിയ പേരൊന്നുമില്ല. റൊണാൾഡോക്ക് പഴയ പോലെ കളിക്കാൻ വയ്യ, ഗോൾ അടിക്കാൻ വയ്യ. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഫുട്ബോൾ വേൾഡിൽ അത്ര ഒരു പ്രശസ്തിയും പേരൊന്നുമില്ല. കുറെ യൂട്യൂബ് നടത്തുന്നു, അല്ലെങ്കിൽ പിയേഴ്സ് മോർഗന്റെ അടുത്ത് പോകുന്നു, പോയിട്ട് കുറെ ഇന്റർവ്യൂ ചെയ്യുന്നു എന്നല്ലാണ്ട് അദ്ദേഹത്തിന് നാലാളുകൾ ചർച്ച ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഫുട്ബോളിൽ മൈതാനത്തും ഒരു പ്രത്യേക പ്രകടനങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ മാധ്യമങ്ങളിലും ചർച്ചകളിലും ഒക്കെ എപ്പോഴും അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ടേക്ക്. എന്തായെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.